ഹേ ഗൈസ്, ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ പുറകിലാണ് എല്ലാവരും. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചില കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു. NHSൻ്റെ ജോബ് കട്ടിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് NHS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ്. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. ആദ്യം തന്നെ രണ്ട് നല്ല ന്യൂസുകളോടി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NHS വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു പേ റൈസ്, അതായത് സാലറി ഇൻക്രീസ് ഉണ്ടാകാൻ പോകുന്നു. 4% ആണ് പേ റൈസ് ഉണ്ടാകാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡോക്ടേഴ്സും ടീച്ചേഴ്സിനും നഴ്സസിനും പിന്നെ പട്ടാളക്കാർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സാലറി ഇൻക്രീസ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു ഗുഡ് ന്യൂസ് അവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യാം സാലറി ഇൻക്രീസ് കൊണ്ടുവരുന്നത്. അതിന് വേറെ റീസൺ ഉണ്ട് ഈ സാലറി ഇൻക്രീസ് ഇപ്പോൾ കൊണ്ടുവരുന്ന എക്സാമ്പിൾ നേഴ്സസിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോവാം. അതോടൊപ്പം തന്നെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. NHSൽ നമുക്ക് ഒരു ഹെൽത്ത് കെയറിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാം. പൊതുവേ NHSൻ്റെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം നെഗറ്റീവ്സാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് വെയിറ്റിങ്, അതേപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും കയറി ചെല്ലാൻ പറ്റില്ല, അങ്ങനെ പലരും അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഓക്കെ, അത് നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, പോസിറ്റീവ് കൂടി പറയട്ടെ. അതെ, അതായത് യൂറോപ്പിൽ തന്നെ ആദ്യമായിട്ട് ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച് ഇപ്പോൾ പേഷ്യൻസിന് ഇനി വരുന്ന നാളുകൾ മുതൽ കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതേ പുതിയ വാക്സിനാണ്, അതായത് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നു. അതേപോലെ ന്യൂ ജാബ് വിച്ച് അലോ ക്യാൻസർ പേഷ്യൻസ് ടു ബി ട്രീറ്റഡ് വിത്ത് ജസ്റ്റ് 1 injection is set to be rolled out by the NHS for 15 different types of diseases. അതായത് 15 ഡിഫറെൻറ്റ് ഡിസീസിന് ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇമ്മ്യൂണോതെറാപ്പി വാക്സിനാണ്, അതായത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വാക്സിനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഈ ഒരു സാഹചര്യം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നാട്ടിലും എല്ലാവിടെയും നമുക്കറിയാം ക്യാൻസർ വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചരിത്രം തന്നെയാണ്, വഴിത്തിരിവ് തന്നെയാണ്. അതിന് NHS ഇംഗ്ലണ്ടിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ആ വാക്സിൻ ജനങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. അതിപ്പോൾ വരുന്ന പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ആ ഒരു ജാബ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓൾറെഡി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നവർക്ക്. സോ അതൊരു വലിയൊരു വിജയമായി മാറട്ടെ. ഓൾറെഡി വിജയമായതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ആ ജാബ് വരുന്നത്, ആ ഒരു വാക്സിൻ വരുന്നത്. സോ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വരട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു രണ്ട് പോസിറ്റീവ് ആയില്ലേ, ഇനി നെഗറ്റീവ് ന്യൂസിലേക്ക് പോവാം. അതായത് NHS ഇംഗ്ലണ്ടിൻ്റെ ജോബ് കട്ട് എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് കട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ NHS ഇംഗ്ലണ്ട് ഓൾറെഡി അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ NHS ഇംഗ്ലണ്ടിനെ അബോളിഷ് ചെയ്തപ്പോൾ തന്നെ അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരുപാട് 1 ലക്ഷം, ആദ്യം 50,000 ആയിരുന്നു, പിന്നെ 1 ലക്ഷത്തോളം ജോബ് കട്ട് ഉണ്ടാവും. അതിനകത്തൂടെ ഏകദേശം 7 ബില്യണോ എത്രയെങ്ങാണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ, അതിനെ തുടർന്നിട്ട് പല ഏരിയകളിലും, സസെക്സിലും അതുപോലെ തന്നെ സഫോക്കിലും ഇവിടത്തെയൊക്കെ NHS ഇംഗ്ലണ്ടിൽ നിന്ന് സ്റ്റാഫുകളെ പിരിച്ചു വിട്ടു തുടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. അതായത് പല NHS ട്രസ്റ്റുകളിലും ഒരു ജോബ് കട്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പലരും ഈ നമ്മുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്കതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു NHS ഇംഗ്ലണ്ടിൽ ആദ്യമൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഹെൽത്ത് കെയർ മേഖലയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അവരുടെ നേഴ്സസ് ടൈം എന്നുള്ള ന്യൂസ് ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യം അനുസരിച്ചിട്ട് എല്ലാവരെയും ബാധിക്കാവുന്ന ഒരു ജോബ് കട്ട് തന്നെകളായിരിക്കും. അതായത് ആവശ്യമില്ലാതെ ഇരിക്കുന്ന ആളുകളെ പിടിച്ച് ഒഴിവാക്കുക എന്നുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോബ് കട്ടും ഈ പറഞ്ഞ NHS ഇംഗ്ലണ്ടൊക്കെ അബോളിഷ് ചെയ്ത ക്രിസ്റ്റാമർ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. അതായത് മിനിസ്റ്റേഴ്സ് ടു അഡ്മിറ്റ് ഫെയിലിംഗ് ടു അസസ് ഇമ്പാക്ട് ഓഫ് തൗസൻഡ്സ് ഓഫ് ന്യൂ ജോബ് കട്ട് ഇൻ ഇംഗ്ലണ്ട്. അതായത് ഈ ജോബ് കട്ടിനെ തുടർന്നുണ്ടാവുന്ന എന്ത് ഇമ്പാക്റ്റ് ആണെന്നുള്ള കാര്യം ഇവർ ഇത് അബോളിഷ് ചെയ്ത സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും പല മേഖലയിലും
ഇവരെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ദ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഏകദേശം 10-12,000-ഓളം ജോബ് കട്ടുകൾ ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക, ഈ സഫോക്കെന്നും അതുപോലെ മറ്റേ സസെക്സ് എന്നും ഇവിടെ നിന്നെല്ലാം ഒരുപാട് ജോബ് കട്ടുകൾ ഉണ്ടാവാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസുകളാണ്. വേഗത്തിൽ 3,500-ഓളം ജോബുകൾ നഷ്ടമാവും എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളെയല്ല, ഈ NHS വർക്ക് ചെയ്യുന്നവരെയൊക്കെ ആശങ്കയിൽപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആശങ്കയിൽപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അഡ്മിനിസ്ട്രേഷൻ ജോബുകളായിരുന്നു അവർ കട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല മേഖലയിലും നേഴ്സസിനെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെയും ആവശ്യമില്ലാതെ എടുത്തു വെച്ചിട്ടുള്ളവരെ ചിലപ്പോൾ ഒരു പക്ഷേ റിമൂവ് ചെയ്തേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, അതായത് NHS സഫോക്ക് ആൻഡ് നോർത്ത് ഈസ്റ്റ് എസെക്സ് ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡാണ് കൂടുതലും ജോബ് കട്ടിന് വേണ്ടി ഇപ്പോൾ നോക്കുന്നത്. അതുപോലെ ബ്രിസ്റ്റോളിൽ ജോബ് കട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ പല മേഖലയിൽ അത് ഞാൻ ഏകദേശം 1 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജോബ് കട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനകത്തൂടെ ആ ഒരു ICB, അതായത് ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡ്, ഏകദേശം 70 മില്യൺ പൗണ്ട്സ് ആണ് ഇതിനകത്തൂടെ സേവ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് അറിയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ പരിപാടി എന്താണെന്ന് അറിഞ്ഞൂടെ. ഇനി ഇപ്പോൾ ഒന്നാമത് നമുക്ക് NHS അറിയാമല്ലോ, ലോങ് വെയിറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ തുടർന്നിട്ട് ഒരു നേഴ്സസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക ചിന്ത വന്നിട്ടുണ്ട്. അതായത് രാജ്യം വിടുക എന്നുള്ളത്. ഓക്കെ, അത് ഈ ഇടയിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഓസ്ട്രേലിയ അപ്പുറത്തൊരു വാതിൽ ഇങ്ങോട്ട് തുറന്നിട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ തുറന്നിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള നേഴ്സസ് ബെറ്റർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ ഒരു 5 ഇയർ PR റൂൾ 10 ഇയേഴ്സിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ ബെറ്റർ അത് തന്നെയാണ്. 2 ഇയേഴ്സിനകത്ത് അവിടെ PR കിട്ടി അവിടെ സെറ്റിൽ ആവാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീർച്ചയായിട്ടും അവർ അങ്ങോട്ട് ചേക്കേറുന്നതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല നമുക്കറിയാമല്ലോ, ഇവരുടെ സർവേ കാര്യങ്ങളൊക്കെ അനുസരിച്ച് 42% ഉള്ള ആളുകൾ UK വിടാനുള്ള തയ്യാറെടുപ്പിലാണ് നേഴ്സസ് എന്നുള്ളതാണ് അറിയുന്നത്. പണി വീണ്ടും പാടും. ഇപ്പോഴുള്ള ക്യൂ കുറയ്ക്കാൻ വേണ്ടി ഇവർ പല പരിപാടികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ക്യൂ 2 ഇരട്ടിയായിട്ട് കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ എന്തായാലും PR-ൻ്റെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, ചാൻസസ് വളരെ 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 കുറവാണ് വരാനുള്ളത്. സോ അത് കണ്ടതൊട്ടൊന്നും നിങ്ങൾ ചാടി പിടിച്ച് പുറത്ത് പോകണം എന്നൊന്നുമില്ല. എൻ്റെയൊക്കെ ഒരു തീരുമാനം അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് രാജ്യം വിടണോ വേണ്ടതെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ.